വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശൈത്താൻ രക്തത്തിലൂടെ സഞ്ചരിക്കുന്നു. സുല്ലമി എന്നോട് ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞത് കേട്ടില്ലേ? മൂക്കിലുള്ള ശൈത്താൻ മൺതരിയാണ് എന്ന് വ്യാഖ്യാനിച്ചപ്പോ ശൈത്താൻ രക്തത്തൂടി പോണതല്ലേ, അത് പിന്നെ ഇങ്ങനെ മൂക്ക് കയറി കുത്തിരിക്കാന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രക്തത്തിലൂടെ സഞ്ചരിക്കും, അപ്പൊ ശരീരത്തിൽ പ്രവേശിക്കും. രക്തധമനി ശരീരത്തിന് പുറത്തല്ലല്ലോ, അപ്പൊ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങളും കൂടി അംഗീകരിച്ചിട്ടുള്ള വാദാണ്. പിന്നെ മരിച്ചവരുടെ ശബ്ദത്തിൽ സംസാരിക്കും. മരിച്ച ആളുകളുടെ ശബ്ദത്തിൽ ചിലപ്പോ ചില ആളുകളൊക്കെ സംസാരിക്കും. അപ്പൊ ഈ ബാധ പിടിച്ച ആളുകളൊക്കെ അപ്പൊ എന്ത് പറയും? കണ്ടോ, മരിച്ച ആളെ റൂഹാനി കൂടിയതാണ്, മരിച്ച ആളുടെ ആത്മാവ് ഇയാളിൽ കൂടിയതാണ് എന്നൊക്കെ പറയും. ആ അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ എന്ത് പറഞ്ഞു? അത് റൂഹാനിയില്ല, ആത്മാവല്ല, അതെല്ലാം ശൈത്താന്റെ കളികളാണ്. ഇതിനെ സംബന്ധിച്ച് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രേതബാധ എന്നൊക്കെ പറയുന്ന കാര്യം അത് പിശാചുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി. അതിനെക്കുറിച്ച് ശബാബിലേക്ക് ഒരു ചോദ്യം വന്നു. പിശാച് ബാധ യാഥാർത്ഥ്യമോ എന്ന പേരിൽ ശബാബ് ആ ചോദ്യോത്തരം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പിന്നെ പുസ്തകമാക്കി. ഈ പുസ്തകം നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ, സംശയങ്ങളും മറുപടിയും ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി യുവത പുറത്തിറക്കിയ 260 രൂപയുടെ വില ഉള്ള പുസ്തകം. ഈ പുസ്തകത്തിന്റെ 387-ാമത്തെ പേജിൽ ചോദ്യം: ഓരോ മനുഷ്യനും അവനെ വിടാതെ അവന്റെ മനസ്സിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടും അവന്റെ അനുഭവങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടും ജിന്നിൽ നിന്നുള്ള ഒരു കൂട്ടുകാരനുണ്ട്. മനുഷ്യന്റെ മരണത്തോടു കൂടി മാത്രമേ ഈ കൂട്ടുകാരൻ വിട്ടുപിരിയുന്നുള്ളൂ. വല്ല അത്യാഹിതത്തിലും മറ്റും മരണപ്പെട്ട അവരുടെ കൂട്ടുകാരനായ പിശാച് അസംതൃപ്തനായി പ്രേതമായി കുറച്ചുകാലം കൂടി അലഞ്ഞു നടന്നേക്കാം. അല്ലെങ്കിൽ വല്ല കുട്ടികളെയും ബാധിച്ച് പുനർജന്മ സിദ്ധാന്തത്തിന് തെളിവുണ്ടാക്കാനും ശ്രമിച്ചേക്കാം. 1992 സെൽസബീൽ സ്പെഷ്യലിൽ മർഹൂം ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനത്തിൽ നിന്ന് മുസ്ലിമിന്റെ പ്രതികരണമെന്ത്? ശബാബിൽ എന്ന ചോദ്യോത്തരം ഇപ്പോഴും ബുക്കാക്കി ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച യോജിന് വാങ്ങിയതാണ്. ഉത്തരം: ദുഷിച്ച മനുഷ്യർക്ക് അള്ളാഹു പിശാചുക്കളെ കൂട്ടാളികളാക്കി കൊടുക്കുമെന്ന് പല ഖുർആൻ വാക്യങ്ങളിൽ നിന്നും, ഉദാഹരണം 43, 36, 41, 25 ഗ്രഹിക്കാം. എന്നാൽ തന്റെ കൂട്ടാളിയായ മനുഷ്യൻ മരിച്ചാൽ പിശാച് പ്രേതമായി അലഞ്ഞു നടക്കുമെന്നോ കുട്ടികളെ ബാധിച്ച് പുനർജന്മം എന്ന് തോന്നിക്കുന്ന അവസ്ഥയുണ്ടാക്കുമെന്നോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പ്രാമാണികമായ ഹദീസുകളിലും ഈ കാര്യം പരാമർശിച്ചിട്ടില്ല. ഇതാണ് അദ്ദേഹം ആദ്യമാണ് പ്രേതബാധ എന്ന് പറഞ്ഞതിന് ഖുർആനിൽ ഹദീസും തെളിവില്ല. എന്നാൽ വീണ്ടും പറയണം, പ്രേതബാധയെന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. നമ്മളിതൊക്കെ പറഞ്ഞതിന് വെച്ചാൽ ജനങ്ങളെ അന്ധവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ്. റൂഹാനി കൂടും, മരിച്ചവന്റെ ആത്മാവ് കയറിക്കൂടും. ഇതപ്പോ ജസ്റ്റിസ് കൃഷ്ണയ്യര് മരിച്ച ഭാര്യയോട് സംസാരിച്ചു, അദ്ദേഹം ബുക്കന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചവരുമായി സംസാരിച്ചത് എഴുതിയിട്ടുണ്ട്. ആരോടാണ് സംസാരിക്കുന്നത്? മരിച്ച ഭാര്യയുടെ റൂഹിനോടാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അല്ല, അത് ശൈത്താനോടാണ് സംസാരിക്കുന്നത്. മരിച്ച ഭാര്യയുടെ കൂടെയുള്ള ഖരീനോടാണ് സംസാരിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞു. അത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞു. അതാണ്, അങ്ങനെ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. മനുഷ്യരെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ധാരണകളിലേക്കും നയിക്കാൻ പിശാച് ശ്രമിക്കുമെന്ന കാര്യം അനേകം ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായിട്ടുള്ളതാണ്. മനുഷ്യന് പിശാച് കൂട്ടാളിയാകുന്നത് സംബന്ധിച്ച ഖുർആൻ വാക്യങ്ങളും പ്രേതബാധ എന്നും പുനർജന്മമെന്നും ജനങ്ങൾ ധരിച്ചു വശാകുന്ന പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് പ്രസ്തുത ലേഖനത്തിലുള്ളത്. ആ നിഗമനങ്ങളെ സാധൂകരിക്കുന്നതോ നിരാകരിക്കുന്നതായ വേറെ തെളിവുകളോ ഗവേഷണ പ്രബന്ധങ്ങളോ മുസ്ലിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഉസ്മാൻ സാഹിബിന്റെ പ്രബന്ധം അതൊരു നല്ല നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രബന്ധമാണെന്ന് ഉമർ മൗലവി പറഞ്ഞില്ലേ? അപ്പൊ ആ പ്രബന്ധത്തിൽ പറഞ്ഞ് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ പോകണ്ട, അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാനും നമുക്ക് തെളിവൊന്നുമില്ല എന്നാണ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞിട്ടുള്ളത്. ഇതന്നെയാണ് ഞങ്ങൾക്കും അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ പ്രേതബാധയെന്നും പുനർജന്മമെന്നും ഒക്കെ പറയുന്ന കാര്യത്തിൽ അതിന്റെ പേരിലാണ് മരിച്ച ആളുടെ സ്വരത്തിൽ ചിലപ്പോൾ ഈ ജിന്ന് ബാധിച്ച കുട്ടികളൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ചെറിയ മുട്ടത്തിന്റെ മറുപടി ഇന്നും നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള ഇതേ നിലപാടാണ് ഞങ്ങൾക്കും ആ കാര്യത്തിലുള്ളത്. അതുപോലെ തന്നെ മനുഷ്യ സ്ത്രീകളുമായി ജിന്ന് ബന്ധപ്പെടും, ജിന്നിന്റെ കുട്ടികളെ പുസ്തകം, അതൊക്കെ തിരുത്തിയ കാര്യങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മേശ വലിക്കുമ്പോഴും ചുടുവെള്ളം ഒഴിക്കുമ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതില്
തിരുത്തിയത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം ഇപ്പോഴും നിങ്ങളും അംഗീകരിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളിൽ വരെ ഉള്ള സംഗതികൾ തന്നെയാണ്. അത് അന്ധവിശ്വാസമാണെന്ന് ഞങ്ങളെ നേരെ നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ ആ അന്ധവിശ്വാസം നിങ്ങളും പേറി നടക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ പുസ്തകങ്ങൾ വിറ്റുകാശാക്കുന്നു. അന്ധവിശ്വാസങ്ങളെ ലോകമെന്ന പുസ്തകം, യുവതയുടെ പുസ്തകം 2001 ശബാബിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പുസ്തകവും. ഇനി സുഹൃത്തുക്കളെ, 4ാമത്തെ ചോദ്യം, യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹിർ. ഇസ്ലാം വിരോധിച്ചത് കൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇല്ലതാനും. അൽമനാർ 82 നവംബർ. സിഹിർ മിഥ്യയാണെന്ന് എഴുതിയ മൂസ വാണിബേൽ മുസ്ലിം യുക്തിവാദിയാണെന്ന് നിങ്ങൾ പറയുമോ? അത് പ്രസിദ്ധീകരിച്ച അൽമനാർ മുഅ്തസിലിയ ക്ലാസ് പ്രചരിച്ചെന്ന് നിങ്ങൾ വാദിക്കുമോ? ഇതിനെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായി പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? പക്ഷെ അത് ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. ഈ വിഷയത്തില് ചെറിയ മുണ്ടം അബ്ദുൽ അബീദ് മദനി അദ്ദേഹം സിഹിറിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളിവിടെ 2 തവണ ബോർഡായി എഴുതി വെച്ചിരുന്നു. സിഹിർ യാഥാർത്ഥ്യമാണ്, സിഹിർ ഫലിക്കും, റസൂലുള്ളാഹിക്ക് സിഹിർ ഫലിച്ചിട്ടുണ്ട്, അത് ഖുർആനിനെതിരല്ല, ബുഖാരിയുടെ ഹദീസ് സഹീഹാണ്. അദ്ദേഹം നവയാഥാസ്ഥികനാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കോ? അദ്ദേഹം അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ നിങ്ങൾ പ്രഖ്യാപിക്കോ? ശബാബ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ നിങ്ങൾ പ്രഖ്യാപിക്കോ? നിങ്ങൾ ആദ്യം പറഞ്ഞ ഇതിന് ഞങ്ങൾ മറുപടി പറയും. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ വിഗ്രഹങ്ങളിൽ ജിന്ന് ആവാഹിച്ച് സംസാരിക്കും എന്നൊരു ഭാഗം കൂടി ഇതിലുണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ. വിഗ്രഹങ്ങളിൽ ജിന്ന് കയറിക്കൂടി സംസാരിക്കുമെന്ന് ഡോക്ടർ സുബൈർ പ്രസംഗിച്ചതായിട്ട് ക്ലിപ്പിൽ കാണുന്നുണ്ട്. പക്ഷേ ശംസുദ്ദീൻ ബാലത്ത് അങ്ങനെയല്ല പ്രസംഗിച്ചത്. ശംസുദ്ദീൻ ബാലത്ത് പറഞ്ഞത് ഇതിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് വിഗ്രഹങ്ങളിൽ പരമാത്മാവുകൾ കുടികൊള്ളുന്നത് കൊണ്ടാണ് എന്നൊക്കെ പലരും പറയാറുണ്ട്. പരമാത്മാവിന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം അതിന് ഗണ്ണിക്കാം. പരമാത്മാവിന്റെ ചൈതന്യം വേറെ ആത്മാവിന്റെ ചൈതന്യമുള്ള ശൈത്താന്റെ ചൈതന്യയിലുള്ളൂ എന്ന് അദ്ദേഹം പറയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വിഗ്രഹങ്ങളിൽ കയറിക്കൂടി ശൈത്താൻ സംസാരിക്കുമെന്ന അർത്ഥത്തിലല്ല. പക്ഷേ വിഗ്രഹങ്ങൾ ചിലപ്പോൾ സംസാരിച്ചതായി വിഗ്രഹ പൂജകന്മാർ പലയിടത്തും അവകാശപ്പെടാറുണ്ട്. ഇന്ന വിഗ്രഹം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അത് വെറും മരമോ കല്ലോ അല്ലേ, ശില്പി കൊത്തിയുണ്ടാക്കിയതല്ലേ. അപ്പോ അതിന്റെ പിന്നിൽ ശൈത്താൻ ശബ്ദമുണ്ടാക്കിയിട്ട് ഈ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ, വിഗ്രഹത്തിന് കഴിവുകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാച് അങ്ങനെ സംസാരിച്ചേക്കാം, സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. അല്ലാതെ വിഗ്രഹങ്ങളിൽ ആവാഹിച്ചിട്ടുണ്ട് ശൈത്താന്റെ ചൈതന്യം എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ശൈത്താൻ ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് സംസാരശേഷി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയുള്ള ഒരു അടവും പയറ്റിക്കൂടാ എന്നില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച്